സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴ കായംകുളം എരുവയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എരുവ സ്വദേശി പ്രശാന്തിന്റെ ഭാര്യ ലൗലിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാടക വീടിന്റെ സ്വീകരണ മുറിയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. കഴുത്തിൽ പാടുള്ളതായി പോലീസ് അറിയിച്ചു. 2 ദിവസം മുൻപ് ഇവരുടെ മക്കൾ ലൗലിയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. തിരികെ ഇന്ന് രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ളൊരു ആരോപണം ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. ഭർത്താവ് കൊലപ്പെടുത്തിയെന്നാണ് ഈ ലൗലിയുടെ ബന്ധുക്കൾ പറയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ ശരണ്യ? ടോം, അല്പസമയം മുമ്പാണ്, അതായത് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് ഇത്തരത്തിൽ കായംകുളം എരുവയിൽ ഈ ലൗലി എന്ന സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട പ്രശാന്ത്, ഭർത്താവിന്റെ പേര് പ്രശാന്ത് എന്നാണ്, ഇയാൾ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ 2 ആഴ്ചയായി ഈ ലൗലിയുടെയും പ്രശാന്തിന്റെയും മക്കൾ ഇവർക്കൊപ്പം ഇല്ലായിരുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ലൗലിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കുട്ടികൾ ഇന്ന് അവിടെ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളം ഇല്ലാത്തതിനെ തുടർന്ന് ഇവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക്, അമ്മ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് എത്തി. അവിടെ എത്തി രാവിലെ അമ്മൂമ്മയുമായാണ് എത്തിയത്. അവിടെ എത്തി വാതിൽ തുറക്കാൻ ശ്രമിച്ചിട്ടും വിളി കേൾക്കാത്തതിനെ തുടർന്ന് പിന്നീട് കുട്ടികൾ നടത്തിയ പരിശോധനയിൽ വീടിന്റെ താക്കോൽ വെക്കുന്നിടത്ത് താക്കോൽ കണ്ടെത്തി. തുടർന്ന് അകത്ത് കയറിയപ്പോഴാണ് അമ്മയുടെ മൃതദേഹം സ്വീകരണ മുറിയിൽ കണ്ടത്. എന്തായാലും ഈ സംഭവത്തിനകത്ത് ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ലൗലിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇതിൽ ഈ ലൗലിയും പ്രശാന്തും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രണയിച്ച് വിവാഹിതരായ ആളുകളാണ്. പിന്നീട് ദീർഘകാലം ഇവർ ചെന്നൈയിലായിരുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക്, പരിസരവാസികളോടും പോലീസിൽ നിന്ന് സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങളെ തുടർന്ന് കുറെ കാലമായി ലൗലി സ്വന്തം വീട്ടിലായിരുന്നു. പിന്നീട് ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണോ പോലീസ് സൂചിപ്പിക്കുന്നത്? പരിസരവാസികളിൽ നിന്ന് സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലാക്കണം. അതായത് ഇപ്പോ ഇന്ന് രാവിലെ ഈ കുട്ടികൾക്കൊപ്പം വീടിനകത്ത് പ്രവേശിച്ച സ്ത്രീയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. കുട്ടികളുടെ അമ്മൂമ്മയോടൊപ്പം എത്തിയ ആളാണ് അവർ നമ്മളോട് പറഞ്ഞത് 4 വർഷം, അതായത് കുറെ നാളുകളെ, അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അതിനുശേഷം ചെന്നൈയിലായിരുന്നു. വളരെ കുറച്ച് നാളെ ആയുള്ളൂ ഇവർ കേരളത്തിലേക്ക് വന്നിട്ടും. ഒപ്പം തന്നെ മൂത്ത കുട്ടി, അതായത് ഈ ലൗലിയുടെയും പ്രശാന്തിന്റെയും 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടി അമ്മുമ്മയുടെ കൂടെയാണ് താമസിച്ചിരുന്നുള്ളതാണ്. എന്തായാലും 2 ആഴ്ച മുമ്പ് ഇവർ തമ്മിലുള്ള അസ്വാരസ്യത്തിന്റെയൊക്കെ പുറത്താണെന്ന് തോന്നുന്നു. കുട്ടികൾ 2 പേരെയും ഈ ലൗലിയുടെ വീട്ടിലാണ് ഇപ്പോൾ താമസിച്ചു വന്നിരുന്നത്. എന്തായാലും ഇതിനകത്ത് കുടുംബം പ്രധാനമായി ആരോപിക്കുന്നത് കഴുത്തിൽ ഞെരിച്ച പാടുകൾ അതുണ്ട്. കഴുത്തിലും ഒപ്പം തന്നെ മുഖത്തും ഒപ്പം തന്നെ വായിലുമൊക്കെ രക്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കമഴ്ന്നു കിടക്കുന്ന നിലയിലാണ് കണ്ടത് എന്നുള്ളതാണ് ആ കൂടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷിയായ യുവതി നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇവർ ഈ വീടിനകത്തുനിന്ന് പ്രശാന്തിന്റെ വസ്ത്രങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ലൗലിയുടെയും പ്രശാന്തിന്റെയും മൊബൈൽ ഫോണുകളും ഇയാൾ കൊണ്ടുപോയിട്ടുള്ളതായി ആണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരം. ഒപ്പം തന്നെ ഈ പരിസരവാസിയായ ഒരാൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അതായത് പുലർച്ചെ ആ വീട്ടിൽ നിന്നും വാഹനം സ്റ്റാർട്ട് ചെയ്ത് പ്രശാന്ത് പോകുന്നതായി കണ്ടു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കൊലപാതകമാണ് എന്നുള്ള ഒരു ആരോപണത്തിലേക്ക് കുടുംബം ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. കാരണം കുറെ നാളുകളായി ഇവർ തമ്മിൽ പ്രശ്നമായിരുന്നു. 4 മാസക്കാലമായി ആയുള്ളൂ ഇവർ രമ്യതയിലാവുകയും മറ്റൊരു വാടക വീട്ടിലേക്ക് ഈ ലൗലിയുടെ വീടിന് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് വാടക വീടെടുത്ത് ആ വീട്ടിൽ താമസിക്കുവാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നമാണോ ഈ വിഷയത്തിലേക്ക് നയിച്ചത്? എന്തായാലും കൊലപാതകമാണ് എന്ന് കുടുംബം ആരോപിക്കുന്നു. പോലീസാണ് അത് പറയേണ്ടത്. ഇൻക്വസ്റ്റ് നടപടികളും കാര്യങ്ങളും ഒക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോഴും മൃതദേഹം വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ടോം, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ കായംകുളത്തെ വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭർത്താവ് കൊലപ്പെടുത്തിയതെന്നാണ് സംശയം.